മറ്റേ വിനീതിന്റെ ഐഡിയ ആണ്. എൻ്റെ ഒരു പങ്കും അതിൻ്റെ അതില്ല. വിനീതത്ത് പറഞ്ഞത് അത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളത് ഫേസ് ചെയ്യാന്നുള്ളത്, നമ്മൾ ഒളിച്ചോടിയിട്ട് കാര്യമൊന്നുമില്ല. ചേട്ടൻ അത് പറയുമ്പോൾ ഉള്ളിന്ന് വരുന്ന പോലെ ഫീൽ ചെയ്തു. അത് ഉള്ളിന്ന് വരുമല്ലോ, അവസ്ഥ വെച്ചിട്ട് അത് ഉള്ളിന്ന് വന്നല്ലേ പറ്റൂ. അപ്പൊ അത് വേണോ വേണോന്ന് പല പ്രാവശ്യം ചോദിച്ചു. ഞാൻ കഥ കേട്ടപ്പോൾ ചോദിച്ചു, ഞാൻ പേഴ്സണലി ഇതിനെ വീട്ടിൽ പോയി കണ്ട് ചോദിച്ചു, വഴിയിൽ വെച്ച് ചോദിച്ചു, ഫോൺ വിളിച്ച് ചോദിച്ചു, 5-6 പേരെ കൊണ്ട് ചോദിപ്പിച്ചു. എന്താണ് ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യാന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? ഞാനും അത് ആലോചിച്ചോണ്ടിരിക്കുന്നു. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ റിസ്കിൽ ഒരു സിനിമ ഇറക്കുന്നത്. ഭാര്യ അതുകൊണ്ടിട്ട് എൻ്റെ കൂടെ നിൽക്കാതെ ഞാൻ ടൂർ പോയേക്കോണ്ട്. നിവിനും ഇതെല്ലാം കേട്ടോണ്ടിട്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ നിവിനോടും പറഞ്ഞു, നിവിനെ ഇവൻ നമ്മളെ മൊത്തത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊരു സംശയമുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു പ്രസ് മീറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന് മിനിങ്ങാന്ന് ഇറങ്ങിയ ടീച്ചറും കാണത്തില്ല, ഇന്നത്തെ പ്രസ് മീറ്റും കാണത്തില്ല. അപ്പം ചിലപ്പോൾ എനിക്ക് ഡൗട്ട്, നാളെ കഴിഞ്ഞ് ചിലപ്പോൾ ഞാനും കാണത്തില്ല. അത് ഞാൻ ചോദിച്ചു, പക്ഷെ അത് ഞാൻ പറഞ്ഞ ഏക്കില്ല എന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അല്ലേ, ഒരു ദിവസം മൊത്തം ഏറ്റവും അലമ്പ് വിഗ് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ള ഡിസ്കഷൻ ആയിരുന്നു. അപ്പൊ അതിങ്ങനെ കുറെ ഇട്ട് ഞങ്ങൾ പലത് വെച്ച് എന്നെ ഫസ്റ്റ് വിളിക്കുന്നത് ഇത് പറഞ്ഞിട്ടാണ്, നിവിൻ ചേട്ടന്റെ നായികയായിട്ടാണെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ആദ്യം ഇങ്ങനെ സെറ്റ് ആവും. സസ്പെൻസ് ഒന്നുമല്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇന്നലെ ടീച്ചറിൽ കണ്ടതായിരിക്കാം ഒരു സസ്പെൻഷൻ. ആദ്യം അനൗൺസ്മെന്റ് ടീച്ചർ വന്നപ്പോഴും പിന്നെ പാട്ട് വന്നപ്പോഴൊക്കെ നിവിനെ ആ സ്പേസിൽ കണ്ടതിന്റെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ പറഞ്ഞ ഒരു ട്രെയിലർ ഇറങ്ങിയപ്പോൾ വേറൊരു രൂപം സിനിമയുടെ കിട്ടുന്നുണ്ട്. ഇപ്പൊ നിവിനെ സംബന്ധിച്ച് ഈ സിനിമ കഥ കേൾക്കുമ്പോഴുള്ള ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എന്തായിരുന്നു? എന്താണ് യെസ് പറയിപ്പിച്ചത്? ഈ സിനിമ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ളൊരു കഥയായിരുന്നു. ആ ക്യാരക്ടർ ആൽപ്പറമ്പിൽ ഗോപി വളരെ റിലേറ്റബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടർ. എനിക്ക് അത്രയും ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഒരു നാട്ടുമ്പുറവും അവിടെ കുറച്ച് സുഹൃത്തുക്കളും ഒരു അവിടെ കളിച്ചിരിച്ച് നടക്കുന്ന ഒരുത്തരും വലിയ വീട്ടുകാർക്കൊന്നും വലിയ ഗുണമില്ലാത്ത ഒരു എനിക്ക് അങ്ങനത്തെ ഒരു സ്പേസ് രസമാണ്. അത് ഭയങ്കര എക്സ്പ്ലോർ ചെയ്ത് ഫണ്ണായിട്ട് ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കഥ ഇത്തിരി കുറച്ചും കൂടി നല്ല സ്ട്രോങ് കഥയാണ്. അപ്പോൾ അത് വെറുതെ തമാശ പരിപാടിയല്ല, തമാശ പരിപാടിക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതും എന്നാലൊരു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ കളിയിൽ അല്പം കാര്യം എന്ന് പറയുന്ന പോലെ ഒരു വളരെ രസകരമായിട്ടൊരു ബ്ലെൻഡ് ഈ പടത്തിലുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ തിയേറ്ററിൽ പ്രേക്ഷകർക്ക് വർക്കാവും എന്ന് തോന്നി. അതാണ്. സോഷ്യൽ മീഡിയയിലുള്ള കളിയാക്കുന്ന അങ്ങനെ ഒരു പ്രതിഷേധം പോലെ ആയിരുന്നു. വേറെ ആരും വേണ്ട, എന്നെത്തോളം ഞാൻ മതി അങ്ങനെ ഇതാണ്. അതെല്ലാം മറ്റേ വിനീതിന്റെ ഐഡിയ ആണ്. എൻ്റെ ഒരു പങ്കും അതിൻ്റെ അതില്ല. അല്ലേ, വിനീതത്ത് പറഞ്ഞത് അത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളത് ഫേസ് ചെയ്യാന്നുള്ളത്, നമ്മൾ ഒളിച്ചോടിയിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു വിനീതൻ അങ്ങനെ ഒരു ക്യാരക്ടർ എഴുതാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ കരിയറിന്റെ പാത്ത് സഹായിച്ചു എന്ന് തോന്നുന്നു. അപ്പൊ അത് ചെയ്തതാണ്. പക്ഷെ അത് സത്യം പറഞ്ഞ ഇങ്ങനെ ഒരു റിസപ്ഷൻ ഒന്നും ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടില്ല. അതൊരു ഗസ്റ്റ് അപ്പിയറൻസ് വന്നു പോകുന്നു എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷെ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഒരുപാട് മെസ്സേജും സാധനങ്ങളെല്ലാം വന്നു. അപ്പോൾ പ്രേക്ഷകർക്ക് നന്ദി. എനിക്കതിൻ്റെ പ്രൊമോഷൻ പരിപാടിക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല. ഞാൻ കൊൽക്കട്ടയിലായിരുന്നു. വിനീത് ഇങ്ങനെ പല പ്രാവശ്യം വിളിച്ചിരുന്നു, അതിന് എത്താൻ പറ്റിയില്ല. ഞാനിപ്പോൾ റീസെൻ്റ്ലിയാണ് വന്നത്. പക്ഷെ ആ സിനിമ സ്വീകരിച്ച പോലെ തന്നെ ഈ സിനിമയും പ്രേക്ഷകർ സ്വീകരിക്കുന്നു വിശ്വസിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം വന്ന് തിയേറ്ററിലെല്ലാം കയ്യടി നേടിയ, ഏറ്റവും കൂടുതൽ കയ്യടി നേടിയ ഒരാളാണ് നിവിനേട്ടൻ ആ ക്യാരക്ടർ വെച്ചിട്ട്. അപ്പം ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ വിനീത് ശ്രീനിവാസനാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്, ഫുൾ ആളുടെ ആണെന്ന് പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ചേട്ടൻ അത് പറയുമ്പോൾ ഉള്ളിന്ന് വരുന്ന പോലെ ഫീൽ ചെയ്തു. ചേട്ടൻ്റെ സ്വന്തം ഡയലോഗായിരുന്നു. അതൊന്നും ജസ്റ്റ് ഒന്ന് പറയുന്നത് അത് ഉള്ളിന്ന് വരുമല്ലോ, അവസ്ഥ വെച്ചിട്ട് അത് ഉള്ളിന്ന് വന്നല്ലേ പറ്റൂ. അല്ല, അത് ഞാൻ ആദ്യമായിട്ട് കഥ കേട്ടപ്പം എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഡയലോഗ് പറയാനൊക്കെ പേടിയുണ്ടായിരുന്നു. അത് ഞാൻ വിനീതോട് പറയുകയും ചെയ്തു. വിനീത് ഇത് ഇങ്ങനെ അഡ്രസ്സ് ചെയ്താൽ അത് പ്രേക്ഷകർ എങ്ങനെ എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് വേണോ എന്ന് പല പ്രാവശ്യം ചോദിച്ചു. ഞാൻ കഥ കേട്ടപ്പോൾ ചോദിച്ചു, ഞാൻ പേഴ്സണലി ഇതിനെ വീട്ടിൽ പോയി കണ്ട് ചോദിച്ചു, വഴിയിൽ വെച്ച് ചോദിച്ചു, ഫോൺ വിളിച്ച് ചോദിച്ചു, 5-6 പേരെ കൊണ്ട് ചോദിപ്പിച്ചു. പക്ഷെ എല്ലാ പ്രാവശ്യവും വിനീത് എടാ ഇത് വർക്കാണ്, നീ എന്നെ വിശ്വസിക്കും, ഇത്ര നാൾ എന്നെ വിശ്വസിച്ചല്ലോ. ഓക്കെ. അപ്പം ഞാൻ ഒരു ബ്ലൈൻഡ് ബിലീഫ് വിനീതിനെ ട്രസ്റ്റ് ചെയ്ത് ചെയ്ത ക്യാരക്ടറാണ്. അത് നമുക്ക് ഇനിയൊരു വേദിയിലാണ്. കാരണം അല്ലെങ്കിൽ നമുക്ക് മലയാളി ഫ്രം ഇന്ത്യനെ കുറിച്ച് സംസാരിക്കാം. അതിനോട് പേഴ്സണലായിട്ട് പറയാം.
ചുരുങ്ങിയ കാലത്ത് അനശ്വര ഒരുപാട് സീനിയർ ആക്ടേഴ്സിൻ്റെ കൂടെ ഒക്കെ ചെയ്തു. അപ്പം ഇത് എനിക്ക് കല്യാണപ്രായമായിട്ടില്ലടാ മുതുക്ക എന്ന് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ നിവിനായിട്ടൊരു ഇക്വേഷൻ എങ്ങനെയാണ്, നിവിനായിട്ടും ഈ ടീമിൽ വർക്ക് ചെയ്യുമ്പോഴൊരു എക്സ്പീരിയൻസ് കൂടെ പറയാം. ഈ പടത്തിനകത്ത് എന്നോട് ആദ്യം വിളിക്കുമ്പോൾ തന്നെ എന്നോട് വിജയചേട്ടൻ പറഞ്ഞൊരു കാര്യം, എന്നെ ഫസ്റ്റ് വിളിക്കുന്നത് ഇത് പറഞ്ഞിട്ടാണ്, നിവിൻ ചേട്ടൻ്റെ നായികയായിട്ടാണെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അത് ഇങ്ങനെ സെറ്റാവും, അല്ല അങ്ങനെയാണ് കഥ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഈ പടത്തിനകത്ത് അങ്ങനെ കെമിസ്ട്രി എന്നൊന്നും പറയത്തക്ക വിധത്തിലല്ലെങ്കിൽ നമ്മൾ ഈ കൃഷ്ണ സോങ്ങിൽ കണ്ട പോലെ തന്നെ കൃഷ്ണയുടെ പുറകെ നടക്കുന്ന ഒരു പൂവാലൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അതിനകത്ത്. ആ സോങ്ങിലുള്ള പോലെ തന്നെയാണ് പടത്തിലും ഉള്ളത്. സോ നിവിൻ ചേട്ടനാണെങ്കിലും സെറ്റിൽ കൂടെ വർക്ക് ചെയ്യാനാണെങ്കിലും ഭയങ്കര രസമായിട്ടുള്ളൊരു ആളാണ്. എനിക്ക് തോന്നുന്നു ആ റാപ്പോ നൈസായിട്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. ലിസ്റ്റിൻ ചേട്ടൻ എന്താണ് ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? ഇപ്പൊ നിവിൻ ധ്യാൻ ചിത്രം ഞാനും അത് ആലോചിച്ചോണ്ടിരിക്കും. കാരണം ഇത്രയും ഫുൾ റിസ്കില് ഇപ്പം ഞാൻ ഇത്രയും സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ റിസ്കിൽ ഒരു സിനിമ ഇറക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താകുമെന്ന് ഞാനിങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ഭാര്യ അതുകൊണ്ടിട്ട് എൻ്റെ കൂടെ നിൽക്കാതെ ഞാൻ ടൂർ പോയേക്കുണ്ട്. കാരണം നമ്മുടെ ഈ ടെൻഷൻസൊക്കെ ഈവൻ കണ്ടുകൊണ്ട് ആണെന്ന് തോന്നുന്നു. കാരണം ഒരു സിനിമ ഇറക്കിയിട്ടിട്ട് അതിൻ്റെ കാര്യങ്ങൾ പോലും പുറത്തേക്ക് വിടുന്നില്ല. അതുപോലെ ഇന്നലെ ഞങ്ങളെല്ലാം നിർബന്ധിച്ചിട്ടാണ് വിജയ് വിടുന്നത്. കാരണം അപ്പോൾ അതിൻ്റെ സസ്പെൻസ് പോകും. ഞാൻ ചോദിച്ചാൽ 1-ാം തീയതി ഇറങ്ങുമ്പോൾ ഇത് ഓൾറെഡി പോകുമല്ലോ, ഇപ്പോൾ 2 ദിവസം മുമ്പ് പോയാൽ എന്താ കുഴപ്പമിരിക്കുന്നത്? ഇല്ല, 2 ദിവസത്തോടെ വെയിറ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഞാൻ നിർബന്ധിച്ചതിൻ്റെ പേരിലാണ്. അപ്പം നിവിനും ഇതെല്ലാം കേട്ടോണ്ടിട്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പം നിവിനോടും പറഞ്ഞു, നിവിനെ ഇവൻ നമ്മളെ മൊത്തത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊരു സംശയമുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു പ്രസ് മീറ്റ് കൊടുക്കണം. അങ്ങനെ നിവിൻ പറഞ്ഞു ശരി, അപ്പം അങ്ങനെയാണ് ഒരു പ്രസ് മീറ്റ് തന്നെ നമുക്ക് വെക്കാന്നുള്ള ഒരു വാശിയുടെ പുറത്താണ് ഇന്ന് പ്രസ് മീറ്റ് പോലും വെച്ചത്. അല്ലെങ്കിൽ ഇന്ന് മിനിങ്ങാന്ന് ഇറങ്ങിയ ടീച്ചറും കാണത്തില്ല, ഇന്നത്തെ പ്രസ് മീറ്റും കാണത്തില്ല. അപ്പം ചിലപ്പോൾ എനിക്ക് ഡൗട്ട് നാളെ കഴിഞ്ഞ് ചിലപ്പോൾ ഞാനും കാണത്തില്ല. അനശ്വരയുടെ സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു നടി എന്ന നിലയിൽ അങ്ങനെ ഒരു ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും വലിയൊരു ഉത്തരവാദിത്തമല്ലേ അനശ്വരയിലേക്ക് വരുന്നത്. അപ്പം അതിനെപ്പറ്റി എന്താണ് പറയാനായിട്ട്? തീർച്ചയായിട്ടും അതെ. പക്ഷേ മഞ്ചേഷ് പറഞ്ഞ പോലെ ഒരു ഭാഗ്യനായിക എന്നൊന്നും ആ പട്ടവും ഞാൻ എടുത്തിടുന്നില്ല. ഒരു സിനിമ പൊട്ടിപ്പോകുന്ന വരെയേ ഉള്ളൂ. സോ അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ പിന്നിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന, അതിൽ ജസ്റ്റ് ഒരു ചെറിയൊരു ഭാഗം മാത്രം എന്നൊരു ഉത്തരവാദിത്തം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പം നല്ല സിനിമയുടെ ഭാഗമാകുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 സിനിമകളാണെങ്കിലും ഒക്കെ നല്ല ടീമിൻ്റെയും നല്ല സിനിമയുടെയും ഭാഗമാകാൻ പറ്റി എന്നുള്ളതാണ്. ഇപ്പം ഇതാണെങ്കിലും മലയാളി ഫ്രം ഇന്ത്യ ആണെങ്കിലും നല്ലൊരു ക്രൂ ആണല്ലോ. സോ അങ്ങനെ നല്ല ടീമിൻ്റെ ഭാഗമാകുമ്പോൾ നല്ല സിനിമകൾ കിട്ടുന്നു എന്ന് ഞാനും കരുതുന്നു. ഇപ്പോൾ ഡിജോ എന്ന ഡയറക്ടറിൽ ഇപ്പോൾ ക്യൂ എന്ന സിനിമയായാലും ശരി, ജനങ്ങളെ എന്ന സിനിമയായാലും ശരി, സൊസൈറ്റിയിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഉണ്ട്, അല്ലെങ്കിൽ പ്രേക്ഷകരിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡയറക്ടർ വന്ന് സമീപിച്ചപ്പോൾ എന്തായാലും എൻ്റെ കരിയറിൽ ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു കഥയായിരിക്കും എന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഇങ്ങനൊരു കഥ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കരിയറിൽ എൻ്റെ ബ്രേക്ക് ത്രൂ തരുന്ന ഒരു കഥാപാത്രമായിരിക്കും ഇത്. അല്ല, ഭയങ്കര എക്സ്പെക്ടേഷനോ അല്ലെങ്കിൽ അങ്ങനെ ലൈഫ് ചേഞ്ചിങ് ക്യാരക്ടറോ അങ്ങനെ ഫീൽ ചെയ്തിട്ടല്ല. ഈ സിനിമ നല്ലതാണ്. ഷാരിസിന്റെ എഴുത്ത് എനിക്കിഷ്ടമാണ്. ഡിജോയുടെ മുമ്പത്തെ 2 സിനിമകളും എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഇവരുടെ ഒരു കോമ്പിനേഷനിലൊരു വർക്കുണ്ട്. ഓഡിയൻസിനെ എവിടെയോ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇവരുടെ സിനിമയിലൂടെ വരുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിലിം മേക്കറാണ് ഡിജോ. അപ്പോൾ പിന്നെ ഈ കഥയും എനിക്ക് ആ ഗോപിയോട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ എടുത്ത സിനിമയാണ്. ഇല്ല, അത് ഞാൻ ചോദിച്ചു, പക്ഷെ അത് ഞാൻ പറഞ്ഞ ഏക്കില്ല എന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇല്ല ഡിജോ അല്ലാതെ പ്രേമോല് പറഞ്ഞല്ലോ മാസ ഡയലോഗ് എല്ലാം ഒത്തിരി അല്ലടാ. അല്ല, ഇത് അതാ ഞാൻ പറഞ്ഞത്, സിനിമ ജനഗണമനായിട്ടൊന്നും അങ്ങനെ ഒരു ഇന്നലെ വിട്ട ടീസർ ആ പറഞ്ഞ വളരെ ഒരു ലൈറ്റർ വേർഷനിൽ നിങ്ങൾ കണ്ടാൽ മതി. ഇങ്ങനെ ഭയന്ന് മാരകമായിട്ടൊന്നും വെച്ചാൽ സിനിമ വെച്ചാൽ ലൈറ്റ് ഫിലിം ഉണ്ടായിരുന്നു. ഒരു 1-2 മണിക്കൂർ ഒരു വിഗ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ നേരം പ്രിപ്പയർ ചെയ്തല്ലേ ഡിജോ. ഒരു ദിവസം മൊത്തം ഏറ്റവും അലമ്പ് വിഗ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ള ഡിസ്കഷനായിരുന്നു. അപ്പോൾ അതിങ്ങനെ കുറേ ഇട്ട് ഞങ്ങൾ പലത് വെച്ച് പിന്നെ അത് സമയമെടുക്കും. ആ പ്രോസസ്സ് തന്നെ ഒരു 15-20 മിനിറ്റോളം അത് സെറ്റ് ചെയ്ത് അത് അങ്ങനെയൊക്കെ കുറച്ച് അല്ല, അങ്ങനെ ഭയങ്കര പ്രിപ്പയർ ചെയ്ത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പടം. അങ്ങനെ കണ്ടറിയാലോ. ഈ ട്രെയിലറിന്റെ അവസാനം മറ്റൊരു ടെറേനിൽ കൂടി ബസ് പോകുന്നത് നിവിന്റെ മറ്റൊരു ലുക്കും ഇതിൽ കാണുന്നുണ്ട്. അത് കുറച്ചൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സേ ഉള്ളൂ. അപ്പം
സിനിമയിൽ ഒരു മലയാളി മറ്റൊരു നാട്ടിൽ പോയി ഒരു മാസ് ആവുന്ന ഒരു രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ്, അങ്ങനത്തെ ഒരു 2 ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഒരു ദിവസങ്ങളിലേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പറയാം, ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം ചിലത് നമുക്കിപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റില്ലല്ലോ, പക്ഷെ ടീച്ചറിലുണ്ട്, മറ്റേ തിയേറ്ററിൽ കാണാം. അല്ല, ബേസിക്കലി പറഞ്ഞാൽ ലിസ്റ്റും പറഞ്ഞാൽ ഇതിനൊരു സസ്പെൻസ് ഒന്നും ഇല്ല. ഈ വിട്രാന്ന് പറഞ്ഞിട്ട് സസ്പെൻസ് ഒന്നുമല്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇന്നലെ ടീച്ചറിൽ കണ്ടതായിരിക്കാം ഒരു സസ്പെൻസ്. അതായത് ഇതിന്റെ ഒരു ലുക്കും കൂടെ ഉണ്ട്, അത്ര ഉള്ളൂ. അല്ലാതെ അതിപ്പരം ഈ ജനഗണമന പോലെ ഒരു ഹാർഡ് കോർ സസ്പെൻസ് ഡ്രിവൻ സിനിമയല്ല. ദിസ് ഇസ് എ വെരി ലൈറ്റ് ഹാർട്ടഡ് സിനിമ. അതിൽ ഇങ്ങനെ ഒരു ലുക്ക് ഉണ്ട്, അത് വ്യക്തമാക്കണമെന്നുണ്ടായിരുന്നു. അത് ഇന്നലെ ടീച്ചർ വിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ തിയേറ്ററിൽ കാണത്തുള്ളായിരുന്നു. ഞങ്ങൾ അതുകൊണ്ട് അത് ഇന്നലെ നമ്മളത് വളരെ ക്ലീൻ ആയിട്ട് വിട്ടു. താങ്ക് യു. അല്ല, ഡയറക്ടർ കാണുന്ന ഒരു പെർസ്പെക്റ്റീവിലല്ലല്ലോ ഞാൻ സിനിമ കാണാൻ. എനിക്ക് ഈ സിനിമ കണ്ട് എനിക്കൊരു തൃപ്തി കിട്ടിയിരുന്നു. രസമുണ്ടല്ലോ സിനിമ. നമ്മൾ പറഞ്ഞതിനേക്കാളും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആസ് എ ഫിലിം മേക്കർ, അതിൻ്റെ ക്യാമറ വർക്ക് ആണെങ്കിലും എഴുത്താണെങ്കിലും എല്ലാം വളരെ രസകരമായിട്ട് ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. ഡിജോയുടെ സ്റ്റേറ്റ്മെന്റ് പോലെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ല, ഷാരിസും എല്ലാവരും പറഞ്ഞ പോലെ ഈ സിനിമ എല്ലാവർക്കും കണക്ട് ആവട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ. മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള പടമാണ്, മലയാളികളുടെ പടമാണ്. ഇതിനകത്ത് അതിൻ്റെ പ്രിമൈസും അതിൻ്റെ കഥയും ഈ എല്ലാം ഒരു രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരിക. നാളെ ബുധനാഴ്ചയാണ് ഡിജോ പറഞ്ഞു. നമ്മൾ ബുധനാഴ്ച അങ്ങനെ പടങ്ങൾ റിലീസ് ചെയ്യാറില്ല, വേറെ പടങ്ങളുള്ളതുകൊണ്ട് നമ്മളൊന്നും റിപ്പോർട്ട് ചെയ്തു. പിന്നെ മെയ് 1 എല്ലാം വെച്ചിട്ടാണ് നാളെ റിലീസ് ചെയ്യുന്നത്. എല്ലാവരെയും തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക, സപ്പോർട്ട് ചെയ്യുക. ടോവിനോയുടെ അടുത്ത സിനിമ ഞാനാണ് നിർമ്മിക്കുന്നത്. എൻ്റെ അടുത്ത് ഇറങ്ങുന്നത്. അപ്പം ഉറപ്പായിട്ട് അതും വിജയിക്കണമല്ലോ. എല്ലാ സിനിമകളും വിജയിക്കണം. എല്ലാ സിനിമകളും നന്നായിട്ട് പൊയ്ക്കൊണ്ടിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളിപ്പം ടോവിനോയുടെ പടം പരാജയപ്പെടാനായിട്ട് ആഗ്രഹിക്കത്തില്ല. അപ്പോൾ ആ വാശി വേണം. അപ്പോൾ ഒരേ സമയം തന്നെ പ്രേമലു ഇറങ്ങി, പിന്നേഷിപ്പിങ്ങട്ടത്ത് ഇറങ്ങി, പ്രമേയം ഇറങ്ങി, മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങി. എല്ലാ പടവും ഹിറ്റാണ്. ഇവിടെ അതിന് അത്രയും സ്പേസ് ഉണ്ട്. 800ഓളം തിയേറ്ററുകളുണ്ട്, സ്ക്രീനുകളുണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് 100-200 സ്ക്രീനുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാ സിനിമകളും ഹിറ്റാണ്. അപ്പോഴേ കോമ്പറ്റീഷൻ വരും. കോമ്പറ്റീഷൻ വരുമ്പോഴേ നമുക്ക് വീണ്ടും ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, പുതിയ പടങ്ങൾ എടുക്കാനായിട്ട് പറ്റുള്ളൂ. എനിവേ, ഈ പ്രസ് മീറ്റിൽ വളരെയധികം സന്തോഷം. ഡിജോ പറഞ്ഞതുപോലെ എന്നല്ല, ഈ പടത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങളുള്ള ഒരു നല്ല അഭിമാനിക്കാൻ പറ്റുന്ന, ഇപ്പം എൻ്റെ പാൻഡ്രായ മാജിക് ഫ്രെയിംസിന് പോലും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഒരു ആത്മസംതൃപ്തി നൽകുന്ന ഒരു സിനിമയായിരിക്കും. ആകെ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ 50 ദിവസം 60 ദിവസം കൊണ്ടിട്ട് ഷൂട്ട് തീർക്കാന്ന് പറഞ്ഞിട്ട് 130 ദിവസം കൊണ്ടിട്ടാണ് ഷൂട്ട് തീർത്തത് എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി സിനിമ പൂർണ്ണ സംതൃപ്തി തരുന്ന ഒരു സിനിമ തന്നെയാണ്. അവന് ടീച്ചറിൻ്റെ അകത്ത് പോലും അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തു 36 ദിവസം എന്ന് പറഞ്ഞിട്ട് 86 ദിവസം നീ ഷൂട്ട് ചെയ്തവനാന്ന് നിവിനെ കൊണ്ട് പറയിച്ചു. അപ്പം ആൾക്കാർ വിചാരിച്ചു ഇത് 86 ദിവസം ഷൂട്ട് ചെയ്തുള്ളൂ. ഞാനിത് ബിസിനസ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ ഭയങ്കര 130 ദിവസം ഷൂട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ പറയിച്ചേക്കാണ് 86 ദിവസം കൊണ്ടുണ്ട്. അപ്പൊ അത്രയും ബുദ്ധിമാനായിട്ടുള്ള ഡയറക്ടറാണ് ഇത്. അതുകൊണ്ടിട്ട് സൂക്ഷിച്ചിടപെടുക. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഈ സിനിമ ചെയ്യാൻ എല്ലാവരും ആ കഥയിലും ആ ഇമോഷൻ്റെ ഒപ്പം നിന്നവരാണ്. പ്രൊഡ്യൂസർ ആയാലും, ഹീറോ ആണെങ്കിലും, റൈറ്റർ ആണെങ്കിലും, ക്യാമറമാൻ ആണെങ്കിലും, ഇത്രയും നാളത്തെ ആ ഒരു ജേണിയാണ് ഞങ്ങളുടെ സിനിമ. അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ലാഷ് റിലീസിന് ഒന്നും ഒരുക്കാതെ നമ്മളെല്ലാവർക്കും വളരെ സ്പേസ് കൊടുത്തത്, നമ്മൾ അവർക്കും വിഷ് ചെയ്തിട്ടാണ് ഞാൻ തുടങ്ങിയത് പോലും. അപ്പോൾ ഈ സിനിമ നാളെ നിങ്ങളുടെ മുമ്പിൽ എന്ന് വെച്ച പ്രസ് മീറ്റിൻ്റെ ഒറ്റ ഉദ്ദേശമുള്ളൂ, ബുധനാഴ്ച ആണ് നമ്മുടെ മലയാള സിനിമ, മലയാളി ഫ്രം ഇന്ത്യ ഇറങ്ങുന്നത്. എല്ലാ മലയാള സിനിമയ്ക്കും നമ്മൾ കൊടുത്ത സ്വീകാര്യതയും അത് വളരെ ഇമോഷണലി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം, ഈ സിനിമ കാണണം, വിജയിപ്പിക്കണം. താങ്ക് യു.